ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ട് കുറേ കാലമായി കേട്ടോ. അപ്പോൾ ഇന്നിതാ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഒരു 2-3 സ്റ്റെപ്പുള്ള സ്കിൻ കെയർ അങ്ങോട്ട് ആദ്യം ചെയ്ത് തീർത്തു. ഇതിപ്പോൾ മൺസൂൺ ആണോ വിന്റർ ആണോ സമ്മർ ആണോ എന്ന് അറിയാത്ത കാലമാണ് എങ്കിലും ഞാൻ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒരു കുട്ടി കവറേജിന് വേണ്ടിയിട്ട് ഞാൻ BB ക്രീമാണ് കേട്ടോ പൊതുവെ അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അങ്ങനെ അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്റ്റും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു സിമ്പിൾ ഐ മേക്കപ്പ് ആണ് കേട്ടോ. ഐ മേക്കപ്പ് എന്ന് പറയുന്നത് കാജലൊന്നും അങ്ങനെ യൂസ് ആക്കാറില്ല ഡെയിലി കേട്ടോ. എന്തോ കാജൽ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കാണാൻ ഒരു സുഖമില്ലാത്ത പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മസ്കാര ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ സിമ്പിൾ ആക്സസറീസും കൂടെ ഒന്ന് പെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു സിമ്പിൾ മാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു വാച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇയറിംഗ്സും കൂടെ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ആക്സസറീസ്. ഹെയർ നല്ല ഫ്രിസി ആയത് തോന്നിയപ്പോൾ ഞാൻ ഹെയർ സിറം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. പിന്നെ കുറച്ച് സുഗന്ധത്തിനായിട്ട് ഞാൻ എൻ്റെ ഡേറ്റ് വുമൺ കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ.